മുംബൈയിൽ താമസിക്കുന്ന വീട്ടമ്മയാണ് ഇല. അവൾക്കൊരു ചെറിയ മകളുണ്ട്. എന്നാൽ ഭർത്താവ് ജോലി തിരക്കിലും മറ്റും മുഴുകി കഴിയുന്നതിനാൽ ഇലയെ ശ്രദ്ധിക്കാറില്ല. അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ സ്നേഹവും അടുപ്പവും നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇലയുടെ ഫ്ളാറ്റിലെ മുകളിലത്തെ നിലയിൽ താമസിക്കുന്ന ഒരു ആന്റി ഭർത്താവിന്റെ സ്നേഹം തിരികെ കിട്ടണമെങ്കിൽ രുചികരമായ ഭക്ഷണം സ്നേഹത്തോടെ പാചകം ചെയ്ത് കൊടുക്കണമെന്ന് ഉപദേശിക്കുന്നു. ആ ഉപദേശം വിശ്വസിച്ച ഇല പ്രത്യേക വിഭവങ്ങൾ തയ്യാറാക്കി ഭർത്താവിന് ലഞ്ച് ബോക്സിൽ അയക്കുന്നു. പക്ഷേ മുംബൈയിലെ ഡബ്ബാവാല സംവിധാനത്തിൽ സംഭവിക്കുന്ന അപൂർവമായ ഒരു പിഴവ് കാരണം ആ ലഞ്ച് ബോക്സ് ഭർത്താവിന്റെ കയ്യിലെത്താതെ വിരമിക്കാൻ പോകുന്ന ഏകാന്ത ജീവിതം നയിക്കുന്ന സാജൻ ഫെർണാണ്ടസിന്റെ കയ്യിലെത്തുന്നു. സാജൻ ഭക്ഷണം കഴിച്ച് ലഞ്ച് ബോക്സ് തിരികെ അയക്കുന്നു. അത് കണ്ട് ഇലയ്ക്ക് എന്തോ തെറ്റ് സംഭവിച്ചതായി മനസ്സിലാകുന്നു. അടുത്ത ദിവസം അവൾ ലഞ്ച് ബോക്സിൽ ഒരു ചെറിയ കത്ത് വെച്ച് ഭക്ഷണം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുന്നു. സാജനും മറുപടി എഴുതുന്നു. അങ്ങനെ ദിവസേന ലഞ്ച് ബോക്സിലെ കത്തുകൾ കൈമാറാൻ തുടങ്ങുന്നു. ആ കത്തുകളിലൂടെ ഇല തന്റെ ജീവിതത്തിലെ വിഷമങ്ങൾ തുറന്നു പറയുന്നു. ഭർത്താവ് തന്നോട് സംസാരിക്കാറില്ലെന്നും മകളോടൊപ്പം ഒറ്റപ്പെട്ട ജീവിതമാണ് നയിക്കുന്നതെന്നും ഭർത്താവിന് ഓഫീസിൽ മറ്റൊരു സ്ത്രീയുമായി ബന്ധമുണ്ടെന്ന് അവൾ എഴുതുന്നു. സാജൻ ഭാര്യ മരിച്ചതിനു ശേഷം ഒറ്റയ്ക്കാണ് ജീവിക്കുന്നതെന്നും ഭാര്യ ഒരുപാട് സ്നേഹിച്ചിരുന്നെന്നും ഭാര്യ ജീവിച്ചിരിക്കുമ്പോൾ പറയാൻ കഴിയാത്ത പല കാര്യങ്ങളും അദ്ദേഹം ഇലയുമായി കത്തുകളിലൂടെ പങ്കുവെക്കുന്നു. ഇതിനിടെ സാജന്റെ ഓഫീസിലേക്ക് ഷെയ്ഖ് എന്നൊരു യുവാവ് പരിശീലനത്തിനായി എത്തുന്നു. ആദ്യം അവന് ഇഷ്ടമല്ലാതിരുന്ന സാജൻ പിന്നീട് അവനുമായി നല്ലൊരു സൗഹൃദം സ്ഥാപിക്കുന്നു. അതോടെ സാജന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരാൻ തുടങ്ങുന്നു. പിന്നീട് ഇലയുടെ ഭർത്താവ് മറ്റൊരു സ്ത്രീയുമായി ബന്ധമുണ്ടെന്ന കാര്യം ഉറപ്പിക്കുന്നു. ആ ബന്ധം ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയില്ല മകളെയും കൂട്ടി ഭൂട്ടാനിലേക്കുള്ള അമ്മാവിന്റെ അടുത്തേക്ക് പോകാൻ തീരുമാനിക്കുന്നു. അവിടെ ജീവിത ചെലവ് കുറവാണെന്നും പുതിയൊരു ജീവിതം തുടങ്ങാമെന്നും അവൾ സാജനെ എഴുതുന്നു. സാജനും വിരമിച്ചതിന് ശേഷം ഭൂട്ടാനിലേക്ക് പോകാൻ തീരുമാനിക്കുന്നു. അതിനു മുമ്പ് ഒരിക്കൽ നേരിൽ കാണണമെന്ന് ഇരുവരും തീരുമാനിക്കുന്നു. എന്നാൽ അവർക്ക് തമ്മിൽ കാണാൻ കഴിയുന്നില്ല. പിന്നീട് സാജൻ ഇലയെ അന്വേഷിച്ച് അവളുടെ വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും അവൾ അവിടെ നിന്ന് പോയിരുന്നു. ഒടുവിൽ സാജൻ ഭൂട്ടാനിലേക്ക് പോകാൻ തീരുമാനിക്കുന്നത് പോലെയാണ് സിനിമ അവസാനിക്കുന്നത്. അവർ പിന്നീട് കണ്ടുമുട്ടിയോ ഇല്ലയോ എന്നും സംവിധായകൻ പ്രേക്ഷകരുടെ ചിന്തയ്ക്ക് വിടുന്നു.